കാസർഗോഡ് കുമ്പടാജയിൽ വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുഷ്പലതയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെയോടെയാണ് മൃതദേഹം കിടപ്പുമുറിയിൽ കാണപ്പെട്ടത്. മുഖത്ത് മാന്തിയ പാടുകളും കഴുത്തിലെ കരിമണിമാല കാണാനില്ലാത്തതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കെ വി ബൈജു ചേരുന്നു കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, എപ്പോഴാണ് ഈ മരണം സംഭവിച്ചത്? എന്താണ് മരണകാരണം? ഈ കവർച്ചാശ്രമമോ മറ്റോ ആണോ? കാരണം മുഖത്ത് മാന്തിയ പാടുകൾ, കഴുത്തിൽ മാലയില്ല. എന്താണ് പോലീസ് സംശയിക്കുന്നത്? ടോമെ, ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ഇത്തരത്തിൽ ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുമ്പടജ ആജില വീട്ടിൽ പുഷ്പലത വി ഷെട്ടി എന്ന് പറയുന്ന 70 വയസ്സുള്ള വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പോലീസ് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഇതിൽ പ്രധാനമായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ മുറിയുടെ അകത്ത്, അതായത് കിടപ്പുമുറിയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെ ഒരു പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട്. അതുകൂടാതെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖത്ത് മാന്തിയ ഒരു പാടുകളൊക്കെ കാണാനുണ്ട്. അതോടൊപ്പം ഇവരുടെ കഴുത്തിൽ ഒരു കരിമണി മാലയുണ്ടായിരുന്നു, അത് കാണാനില്ല. ഇതെല്ലാം പരിശോധിച്ചപ്പോഴാണ് പോലീസിന് ഇത്തരത്തിലൊരു പ്രാഥമികമായ ഒരു നിഗമനത്തിലെത്താൻ സാധിച്ചത്. ഇതൊരു കൊലപാതകമാണ്. ഏതായാലും വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവരുടെ ബന്ധു, ഇന്ന് രാവിലെ ബംഗളൂരിൽ നിന്ന് വന്ന ബന്ധുവാണ് ഇത്തരത്തിൽ പരിശോധിച്ചപ്പോഴാണ്, ഈ ഫോൺ വിളിച്ച് എടുക്കാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഇവരെ മൃതദേഹം ഇത്തരത്തിൽ കണ്ടത്. 70 വയസ്സുണ്ട് ഇവർക്ക് പ്രായം. ഇവർ തനിച്ച് താമസിക്കുകയായിരുന്നു ഈ വീട്ടിൽ. ഏതായാലും ബദിയടുക്ക പോലീസ് സ്ഥലത്തെത്തി. പോലീസ് ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും എല്ലാം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാസർഗോഡ് ജില്ലയിൽ സമാനമായ 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ. അത് പെരിയയിലും അതുപോലെ തന്നെ പനയാലുമാണ്. പെരിയയിൽ സുബൈദ എന്ന് പറയുന്ന ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ തനിച്ച് താമസിക്കുന്ന ഒരു വീട്ടമ്മയെ ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ട് വർഷങ്ങളായി. അതിൽ ഇതുവരെ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം പനയാലിലും ദേവകി എന്ന് പറയുന്ന 70 വയസ്സ് പ്രായമുള്ള വീട്ടമ്മയെ, തനിച്ച് താമസിക്കുന്ന ഒരു വീട്ടമ്മയെ തന്നെയായിരുന്നു. ഇവരെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അത് കൊലപാതകമാണെന്ന ഒരു നിഗമനത്തിലായിരുന്നു പോലീസ് എത്തിയതെങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടും ഇതിലും ഇതുവരെ പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ പുഷ്പലതയുടെ ഈ ഒരു കേസിൽ വന്നാലും കാണാൻ സാധിക്കുന്നത്. പോലീസ് സംശയിക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. ഏതായാലും ഈ വീടിന് സമീപത്തായി CCTV ക്യാമറകളൊന്നുമില്ല. റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള, വീടുകളിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകൾ വ്യാപകമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും അപരിചിതരായ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ, അതല്ല ഏതെങ്കിലും സംശയകരമായ സാഹചര്യത്തിലുള്ള ആളുകൾ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് ഒരു പരിശോധനയും പോലീസ് നടക്കുന്നുണ്ട്. അങ്ങനെ വിശദമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടത്തുന്നുണ്ട്. ഇവരുടെ ബന്ധുക്കൾ ബാംഗ്ലൂരിൽ നിന്നും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതായാലും ഇത് ഉൾപ്രദേശമാണ്, പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പ്രദേശമാണ്. കുമ്പടാജെ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ആജില വീട് എന്നാണ് ഇവരുടെ വീട്ടുപേര്. ഇതാണ്. 70 വയസ്സ് പ്രായമുണ്ട് ഈ പുഷ്പലത വി ഷെട്ടി എന്ന് പറയുന്നവർക്ക്. ഏതായാലും ഇവർ തനിച്ച് താമസിക്കുന്ന ഒരു വീട്ടമ്മയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത്. വീടിന്റെ കിടപ്പ് മുറിയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖത്ത് മാന്തിയ, നഖം കൊണ്ട് പോറിയ പാടുകളുണ്ട്. അതോടൊപ്പം ഇവരുടെ ഏത് സമയത്തായിരിക്കാം ഈ മരണം നടന്നതെന്നാണ് പോലീസ് കരുതുന്നത്. ഈ രാത്രി സമയങ്ങളിൽ മറ്റാരും, അത് തൊട്ട് സമീപത്ത് താമസിക്കുന്ന വീട്ടുകാരും സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലേ? മാത്രമല്ല, എവിടെ ഈ CCTV ദൃശ്യങ്ങൾ ഈ സമീപ വീടുകളിൽ നിന്നോ അല്ലെ സ്ഥലത്തു നിന്നോ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? കൊലപാതകമെന്ന് പോലീസ് ഇപ്പോഴും ഉറപ്പിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ, കാരണം ഇത് കവർച്ചയ്ക്കിടെയുള്ള കൊലപാതകമാണെങ്കിൽ ഈ ആരിലേക്കായിരിക്കാം അന്വേഷണം നീങ്ങുന്നത്? കാരണം സമീപത്തുള്ളവരോ അതല്ലെങ്കിൽ സംസ്ഥാന അതിർത്തിയാണ് ഈ പ്രദേശമൊക്കെ. സ്വാഭാവികമായിട്ടും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ക്രിമിനൽ സംഘങ്ങൾ കാസർഗോഡ് ജില്ലയിലെ പലയിടങ്ങളിലുമുണ്ട്. പല കേസുകളും, പല കവർച്ചാ കേസുകളൊക്കെ ഒടുവിൽ എത്തിപ്പെടുന്നതും കർണാടകയിലേക്കൊക്കെ ആയിരിക്കും. ആ രീതിയിലൊരു ഒരു സംശയം പോലീസിനുണ്ടോ?
തീർച്ചയായും ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടകയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഈ കുമ്പടാജ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഒരുപക്ഷെ ഇനി മലയാളികളായ ആളുകൾ നടത്തിയ സംഭവമായാലും കർണാടകത്തിൽ നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയതായാലും അവർ രക്ഷപ്പെടുന്നത് കർണാടക വഴി തന്നെയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിന് സമീപത്തൊന്നും ഈ വീടിന് തൊട്ടടുത്തായിട്ടൊന്നും CCTV ക്യാമറകളില്ല. റോഡിൽ സ്ഥാപിച്ച CCTV ക്യാമറകളാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിൽ പ്രാഥമികമായി നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയാണ് എന്നത് തന്നെയാണ്. കാരണം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മോഷണ ശ്രമത്തിനിടെ നടന്ന ഒരു കൊലപാതകം, അങ്ങനെയാണ് പോലീസ് ഇതിനെ സംശയിക്കുന്നത്. അത്തരം ലക്ഷണങ്ങളാണ് ഈ മുറിക്കകത്ത് നിന്നും വലിയ തോതിൽ പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. സാധന സാമഗ്രികളൊക്കെ വലിച്ച് വാരിയ ഇട്ട നിലയിലുണ്ട്. അതോടൊപ്പം ഇവരുടെ മുഖത്തൊക്കെ വലിയ തോതിൽ പാടുകൾ, നഖം കൊണ്ട് ഉപയോഗിച്ച് പോറിയ പാടുകളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അങ്ങനെ ഒരു സംശയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോഷണ ശ്രമത്തിനിടെ പിടിവലി ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു കൊലപാതകം നടന്നതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അത് ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം പോലീസിന് നൽകാൻ സാധിക്കൂ. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതൊരു കൊലപാതകം എന്ന് തന്നെയാണ് പറയുന്നത്. ഇവർക്ക് 70 വയസ്സുണ്ട്. ഇവർ തനിച്ചാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ കൃത്യമായി നിരീക്ഷിച്ച് ഏതെങ്കിലും സംഘം അങ്ങനെ എത്തി ഇവരുടെ കഴുത്തിലുള്ള മാല കവർ ചെയ്യാനോ അതല്ല വീട്ടിൽ മറ്റ് വസ്തുക്കളുണ്ടെന്ന് കരുതി കവർ ചെയ്യാനോ എത്തിയെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ സംശയിക്കുന്നത് തന്നെയാണ് മോഷണ ശ്രമത്തിനിടെ നടന്ന ഒരു കൊലപാതകം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അത്തരത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത്. ഏതായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കർണാടകയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും CCTV ക്യാമറകളും മൊബൈൽ ടവറുകളും കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ്. ഇത് അയൽക്കാരും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഇവരുടെ ഫോൺ വിളിച്ചപ്പോൾ ഇവർ എടുക്കാത്തതുകൊണ്ട് ബന്ധു ആണ് സംശയിച്ചത്. പിന്നീട് നോക്കുമ്പോഴാണ് കിടപ്പ് മുറിയിൽ ഇങ്ങനെ മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ തന്നെ ബദിയടുക്ക പോലീസിനെ വിവരമറിയിക്കായിരുന്നു. പോലീസ് എത്തി വിശദമായ പരിശോധന നടന്നു വരികയാണ്. ഇപ്പോഴും പോലീസിന്റെ ഒരു സാന്നിധ്യമുണ്ട്, പരിശോധന നടക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത്. ഇനി വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകിട്ടോടുകൂടി കിട്ടും, അതല്ലെങ്കിൽ നാളത്തോടുകൂടി ഇതിന്റെ ചിത്രം തെളിയും. അത് കൊലപാതകമാണ് എന്ന ഒരു നിഗമനം തന്നെയാണ് പോലീസിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് ആരാണ് കൊലപാതകം നടത്തിയത്? ഇനി ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളാണോ? ഇവരുടെ മാല കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രണമായ ഒരു കൊലപാതകമാണോ? അതെല്ലാമാണ് പോലീസ് അന്വേഷിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉത്തരം കിട്ടാത്ത 2 കൊലപാതകങ്ങൾ തനിച്ച് താമസിക്കുന്ന സമാനമായ രീതിയിൽ 70 വയസ്സ് പ്രായമുള്ള ദേവകിയുടെയും സുബേദയുടെയും കൊലപാതകത്തിൽ ഇപ്പോഴും ഉത്തരം കിട്ടാതെ പ്രതികൾ ആരെന്ന് കണ്ടെത്താനാകാതെ പോലീസ് വട്ടം ചുരുന്ന ഒരു സാഹചര്യമുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതാണ്. കൊലപാതകമാണ്. അതാണ് ബൈജു സൂചിപ്പിച്ചതുപോലെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. ജനങ്ങളും വലിയ ആശങ്കയിലാണ്. പോലീസ് അതിന് പരിഹാരം കണ്ടെത്തണം. ഈ വീട്ടമ്മയുടെ ദുരൂഹ മരണത്തിന് ഉത്തരവാദികൾ ആരാണെന്ന് പോലീസ് കണ്ടെത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.